ഇപ്പോൾ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സന്ദീപ്, അപ്പോൾ ഈ കളമൊക്കെ മാറി ഒരു പരാതിയായി അത് സർക്കാരിന് മുന്നിലേക്ക് എത്തുകയാണ്. പരാതി തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിൽ ഗൗരവമുള്ളതാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതി കൊടുക്കാൻ ഈ രാജ്യത്ത് ആർക്കും അവകാശമുണ്ട്. പരാതിയുടെ ടൈമിംഗ് സംബന്ധിച്ച്, പരാതിയുടെ കണ്ടന്റ് സംബന്ധിച്ച് ഒക്കെ ചർച്ചകൾ നടക്കട്ടെ. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിലപാട് സ്വീകരിക്കട്ടെ. അതിന്റെ നിയമസാധുത സംബന്ധിച്ച്, അതിന്റെ വാലിഡിറ്റി സംബന്ധിച്ച്, അതിന്റെ കണ്ടൻഷൻ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായിട്ടും നിയമവിദഗ്ധരും ഒപ്പമുള്ള ആളുകളും ഒക്കെ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും കോൺഗ്രസ് പ്രസ്ഥാനം പാർട്ടി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതര പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആക്ഷേപം വന്ന ഉടനെ തന്നെ മറ്റൊരു തരത്തിലുള്ള പരാതിയും നിലവിലിരിക്കാതെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ സന്ദീപ് വാര്യർ, നമ്മൾ ഈ രാഷ്ട്രീയമായി സമീപിക്കുന്നതാണ്. ഏറ്റവും ഒടുവിലായി മുൻ KPCC അധ്യക്ഷൻ ഒരു അന്വേഷണം നടത്തി അദ്ദേഹം ഈ കുറ്റക്കാരൻ അല്ല എന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നത് വെറുമൊരു സുധാകരനല്ല, അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ജനപ്രതിനിധിയായുള്ള ഒരു അടക്കം ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു കേസാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കൂ, ഒരു എല്ലാ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു യുവതി അനുഭവിച്ച കാര്യങ്ങൾ അല്പസമയം മുമ്പ് കേൾപ്പിച്ചതാണ്, വീണ്ടും കേൾപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരാൾ ആരും ചെയ്തുകൂടാ അങ്ങനെ. അപ്പോൾ അവിടെ ഇവിടെ ജനപ്രതിനിധി ഒരു കർത്തവ്യബോധമുള്ള ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കേസിനെ സമീപിക്കേണ്ടതല്ലേ? അതിന്റെ ടൈമിങ്ങോ മറ്റോ പറഞ്ഞ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ അത്? ഇതിൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായത്തെ അളന്നു നോക്കാനില്ല. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. പാർട്ടിയുടെ നിലപാട് അസന്നിഗ്ധമായി പാർട്ടിയുടെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തത്തോടുകൂടി കോൺഗ്രസ് പ്രസ്ഥാനം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. അത് വളരെ മാതൃകാപരമാണ്. മറ്റ് ഇതര പ്രസ്ഥാനങ്ങൾക്കൊന്നും അത്തരം മാതൃകാപരമായിട്ടുള്ള നിലപാട്, സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടി പരിശോധിക്കണം. ഇവിടെ ഈ ധാർമ്മിക രോഷമൊക്കെ പറയുന്ന അല്ലെങ്കിൽ ധാർമ്മികതയുടെ വലിയ വാചക കസർത്തുകൾ നടത്തുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമാനമോ ഇതിലും ഗുരുതരമോ ആയ സാഹചര്യങ്ങൾ വന്നപ്പോൾ എന്താണ് ചെയ്തതെന്നും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടും പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കട്ടെ. മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല കോൺഗ്രസിൽ എന്നാണല്ലേ? ഒരു ആശയക്കുഴപ്പവും കോൺഗ്രസിനില്ല. കോൺഗ്രസ് പ്രസ്ഥാനവും UDF-ഉം ഒറ്റക്കെട്ടായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെ UDF-നെ പ്രതിരോധത്തിലാക്കാമെന്ന് എന്തായാലും മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും സ്വപ്നം കണ്ട. ഒരു കാര്യം കൂടി, ഈ പാലക്കാട് സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് പറയുന്നു രാഹുൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ എനർജി ആണെന്നാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥാനാർത്ഥിയുമാണ് അവരുടെ പ്രചാരണം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കേണ്ടത്. അതെല്ലാം സ്ഥാനാർത്ഥികളുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് 10 വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള മാർഗങ്ങൾ സ്വാഭാവികമായിട്ട് അവർ അവലംബിക്കും. അതൊക്കെ ജനാധിപത്യത്തിൽ സാധാരണ അല്ലേ? ശരി, സന്ദീപ് വാര്യരാണ് വിവരങ്ങൾ നൽകിയത്, അഭിപ്രായം അറിയിച്ചത്.